അപ്പോൾ ഇതാ ട്രിഗറിൻ്റെ ഒപ്പസ് എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലൂടൂത്ത് വെർഷൻ 6 പ്രവർത്തിക്കുന്ന ഇയർബഡ്. മറ്റുള്ള ഇയർബഡുകളേക്കാൾ വളരെ ഫാസ്റ്റായിട്ടും സ്റ്റേബിളായിട്ടും പെയർ ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ദൂരത്തേക്ക് റേഞ്ച് കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന, വളരെ കുറവ് മാത്രം ബാറ്ററി ചാർജ് ഉപയോഗിക്കുന്ന, സൂപ്പർ ലോ ലേറ്റൻസി സപ്പോർട്ടുള്ള ഗെയിമിങ്ങിനും സ്ട്രീമിങ്ങിനും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇയർബഡാണിത്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 പ്രവർത്തിക്കുന്ന ഇയർബഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ബ്ലൂടൂത്ത് വെർഷൻ 5.4ഉം 6ഉം തമ്മിൽ കുറേയധികം ഡിഫറൻസ് ഉണ്ട്. അതായത് ബ്ലൂടൂത്ത് വെർഷൻ 6 ഉപയോഗിക്കുമ്പോൾ നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് ഒന്ന് അൺബോക്സ് ചെയ്ത് പരിചയപ്പെടാം. സാധാരണ നമ്മൾ ഏത് ഇയർബഡ് വാങ്ങിക്കുന്നതിലും അതിലൊക്കെ ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആയിരിക്കും. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ റിച്ചറായിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഓഡിയോ ആയിരിക്കും ബ്ലൂടൂത്ത് വെർഷൻ 6 ഉപയോഗിക്കുന്ന ഒരു ഇയർബഡിൽ ലഭിക്കുക. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ഓഡിയോ ട്രാൻസ്മിഷൻ ലഭിക്കുന്ന ബ്ലൂടൂത്ത് വെർഷൻ 6 പ്രവർത്തിക്കുന്ന ഒരു ഇയർബഡ് അത് ബ്ലൂടൂത്ത് വെർഷൻ 5.4 പ്രവർത്തിക്കുന്ന ഒരു ഇയർബഡിനേക്കാൾ ബാറ്ററി ചാർജ് 30% വരെ കുറവാണ് ഉപയോഗിക്കുക. ബ്ലൂടൂത്ത് വെർഷൻ 5.4 പ്രവർത്തിക്കുന്ന ഒരു ഇയർബഡ് ആണെങ്കിൽ 10 മീറ്റർ ഡിസ്റ്റൻസ് വരെയാണ് അതിൻ്റെ റേഞ്ച് കിട്ടുക. എന്നാൽ അത് 6ലാണെങ്കിൽ നമുക്ക് 15 മീറ്റർ വരെ ഡിസ്റ്റൻസിൽ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ ബ്ലൂടൂത്ത് വെർഷൻ 5.4 പ്രവർത്തിക്കുന്ന ഒരു ഇയർബഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓഡിയോ ലാഗ് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ 6 പ്രവർത്തിക്കുന്ന ഒരു ഇയർബഡ് ആകുമ്പോൾ വളരെ സ്മൂത്തായിട്ടായിരിക്കും ആ ഒരു ഓഡിയോ സിങ്ക്, അതായത് അൾട്രാ ലോ ലേറ്റൻസി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും സ്മൂത്തായിട്ടൊരു സിങ്കിങ് ആണ് ഇവിടെ നടക്കുക. ഇതിൻ്റെ കേസ് തന്നെ നോക്കിയ ടോപ്പ് ഭാഗം നല്ല ഗ്ലോസി ഫിനിഷുള്ള സ്പെക്ട്രാഷൽ കേസാണ്. കയ്യിൽ നല്ല ഗ്രിപ്പോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രീമിയം റബ്ബർ ഫിനിഷിങ്ങും ഈ ഒരു കേസിലുണ്ട്. പിന്നെ ഇതിന് ഡ്യുവൽ പെയറിംഗ് സപ്പോർട്ട് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഫോണിൽ നമ്മളൊരു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ലാപ്ടോപ്പിൽ മറ്റെന്തെങ്കിലും കാണുകയും ചെയ്യാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്തായിട്ട് മെംസിൻ്റെ മൈക്കും AI ENCയും പിന്നെ ട്രൂകോം ടെക്നോളജിയുമാണ് ക്ലിയർ ആയിട്ടുള്ള കോൾ ലഭിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. പിന്നെ 10mm ഡൈനാമിക് ഡ്രൈവറുകളും ബേസ് എക്സ്പാൻഡ് ടെക്നോളജിയും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഡീപ്പായിട്ടുള്ള നല്ല വെയിറ്റുള്ള ബേസ് തന്നെ ഇതിലൂടെ ലഭിക്കും. ഒരു സിംഗിൾ ചാർജിൽ തന്നെ നമുക്ക് 8 മണിക്കൂർ വരെ ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ബാറ്ററി ബാക്കപ്പ് ഉണ്ടാവും. 40 മണിക്കൂർ വരെയുള്ള ബാറ്ററി ബാക്കപ്പ് ഈ ഒരു കേസിൽ ഉൾപ്പെടെ നമുക്ക് ലഭിക്കും. പിന്നെ ഇതിൽ സാപ്പ് ചാർജിങ് ടെക്നോളജി ഉണ്ട്. അതായത് 10 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ വരെയുള്ള പ്ലേ ടൈം നമുക്ക് ഇതിൽ ലഭിക്കും. വളരെ ക്രിസ്പായിട്ടുള്ളൊരു സൗണ്ടാണ് ഇതിൽ ലഭിക്കുന്നത്. അപ്പോൾ അതിന് നന്ദി പറയേണ്ടത് SBC AAC കോഡക്കുകൾക്കാണ്. പിന്നെ ഇത് കൂടാതെ IPX5 വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. 4 കളർ ഓപ്ഷനുകളുണ്ട്. അത് ഫാൻറ്റം ബ്ലാക്ക്, ഒണിക്സ് ഫോറസ്റ്റ്, ലൂണാർ വൈറ്റ്, മിഡ് നൈറ്റ് ഓഷ്യൻ, അങ്ങനെ 4 വ്യത്യസ്ത കളറുകളിൽ നമുക്കിത് വാങ്ങാൻ കിട്ടും. പിന്നെ ഇതിൽ 2 മോഡുകളുണ്ട്. ഒന്ന് മ്യൂസിക് മോഡ്, മറ്റൊന്ന് ഗെയിമിംഗ് മോഡ്. നിങ്ങൾ നല്ല ഗെയിമൊക്കെ കളിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇതിൽ 50 മില്ലി സെക്കൻഡ് എന്നുള്ളൊരു സൂപ്പർ ലോ ലേറ്റൻസി ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടും അത് ഗെയിമിങ്ങിന് ഇഷ്ടപ്പെടും. പിന്നെ ഇത്രയൊക്കെ കാണുമ്പോൾ ഇതുണ്ടെങ്കിലും വെറും 37 ഗ്രാം മാത്രമേ ഇതിന് ഭാരമുള്ളൂ. ഇതിന് വില വരുന്നത് 3999 രൂപയാണ്. അപ്പോൾ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നേരെ ഫ്ലിപ്കാർട്ടിലേക്ക് പോയിക്കോ. വാങ്ങാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ചും ബ്ലൂടൂത്ത് വെർഷൻ 6 കുറിച്ചുള്ള നിങ്ങൾ അങ്ങനത്തെ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.